സോ രാജാവാണെങ്കിൽ ഇവർക്കെതിരെ കടുത്ത ശിക്ഷകൾ നൽകുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സമയമൊന്നും ആ ഒരു പവറിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല. പുറത്ത് കടക്കാനും പറ്റില്ല. ആ ഒരു സംഭവത്തിനകത്ത് കടന്നു കഴിഞ്ഞാൽ ആർക്കും തന്നെ പുറത്ത് കടക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ മുന്നേ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഇയാൾ ഇവളോട് പറഞ്ഞിരുന്നത്. സോ ഇവളിപ്പോ ഇയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ അത് അവളോടെ ചോദ്യം ചെയ്യാണ്. പക്ഷെ ചക്രവർത്തി ആണെങ്കിൽ ഇവളോട് യോഗോവങ് പർവ്വതത്തെ രക്ഷിക്കാൻ ചില വസ്തുക്കൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നീ എന്തായാലും ഇതിന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവൾ അവളുടെ അച്ഛനെയെങ്കിലും ഇതിന് മാറ്റി നിർത്താനായിട്ട് അപേക്ഷിക്കുന്നു. ഇവൾ എല്ലാ കുറ്റവും ഏറ്റെടുക്കുന്നു. പക്ഷെ ഈ രാജാവാണെങ്കിൽ കേൾക്കുന്നില്ല. ആ ഒരു ശിക്ഷയുടെ കാഠിന്യം വർദ്ധിപ്പിക്കുകയാണ് ഇവർക്കെതിരെ. ആ ഒരു ആയുധം ശരിക്കും ഉണ്ടാക്കിയത് ഇവളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പവർ എത്രമാത്രമാണ് എന്ന് ഇവളോട് തന്നെ രാജാവ് ചോദിക്കുകയാണ്. ഇവളുടെ ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ശത്രുക്കൾക്കെതിരെ ഉണ്ടാക്കിയ ഒരു സംഭവമാണിത്. പക്ഷെ അതേ സാധനമാണ് ഇപ്പോൾ ഇയാള് ഇവർക്ക് നേരെ യൂസ് ചെയ്യുന്നത്. എന്നാൽ അതാണെങ്കിൽ ജിക്ക് ഒരുപാട് സമയം കണ്ണോട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പോയാൽ അവരുടെ രണ്ടുപേരുടെയും ജീവൻ ആപത്താണ്. സോ അത് മനസ്സിലാക്കി ജി ആണെങ്കിൽ പെട്ടെന്ന് ഇവന്റെ പവർ യൂസ് ചെയ്ത് ഇതിനകത്തേക്ക് കിടക്കാണ്. ഇവള് വരരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. എന്നിട്ട് ജി ആണെങ്കിൽ ബൂഷ പറഞ്ഞ കാര്യമാണ് ആലോചിക്കുന്നത്. ഇവന്റെ ആത്മീയ ശക്തി വീണ്ടെടുക്കുന്നത് വരെ ഇവന്റെ സ്പിരിച്വൽ വെല്ലുവിളിയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത്. ഹെവൻലി ഗ്രീഫ് വീണ്ടും പുറത്തു വരും എന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ അതല്ലാതെ ഇവന്റെ മുന്നിൽ ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ ജി ഇവന്റെ ഫുൾ പവർ എടുത്ത് ഇവരെ രണ്ടുപേരും അതീന്ന് മോചിപ്പിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. അവിടെയുള്ള ആർക്കും തന്നെ ഒന്നും ചെയ്യാനാവുന്നില്ല. എന്നിട്ട് ജി നിർമ്മിച്ച ഒരു സ്പിരിച്വൽ വെല്ലിലേക്കാണ്, അതായത് മുന്നേ തന്നെ ഇവൻ പേഴ്സണൽ സ്പേസ് നിർമ്മിക്കുമല്ലോ ആത്മീയ ശക്തി ഉപയോഗിച്ച്. സോ അങ്ങനെ ഒരു സ്ഥലം നിർമ്മിച്ച് ഇങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും മാസ്റ്റർ ആണെങ്കിൽ ഒരുപാട് വേദനയും കാര്യങ്ങളൊക്കെ അനുഭവിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ ബോധം പോയി വീഴാണ്. ഇവളാണെങ്കിൽ അത് കണ്ട് നല്ലോണം പേടിക്കുമ്പോൾ ജി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കുഴപ്പങ്ങളൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്ന് പറയുമ്പോഴാണ് ഇവൾക്കും ആശ്വാസമാവുന്നത്. സോ ഇവളാണെങ്കിൽ ഇവരെ രക്ഷപ്പെടുത്തിയതിന് ജിയോട് നന്ദി പറയുമ്പോൾ ജി ഇവളോട് ഇവള് കാരണമാണല്ലോ ഇവന്റെ യഥാർത്ഥ സ്ഥാനം മിങ്ഷൻ തട്ടിയെടുക്കുന്നത് തടയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആ കടം അങ്ങനെ തീർന്നെന്ന് കൂട്ടിയാൽ മതി എന്ന് പറയുമ്പോഴും ഇവൾക്ക് ഭയങ്കര കുറ്റബോധമാണ്. കാരണം ഇവളായിട്ടാണല്ലോ ഇവന്റെ ആ സ്ഥാനമാനങ്ങൾ എല്ലാം തന്നെ ഇതുവരെ ഇല്ലാതാക്കിയത്. ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഇവന്റെ സ്വന്തം അമ്മ പോലും മകനെ ഉപേക്ഷിച്ചത്. ഇത്രയും നാള് ഇവൾ അനുഭവിച്ച എല്ലാ സുഖ സൗകര്യങ്ങളും യഥാർത്ഥത്തിൽ അവകാശപ്പെട്ടത് ജിക്ക് തന്നെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മിങ്ങി എനിക്ക് അതിനോടൊക്കെ നിങ്ങളോട് എന്താണ് പകരം തരേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഇവള് കാരണമാണല്ലോ ഇവൻ ഇത്രയും ദുരിതം പിടിച്ച ഒരു ജീവിതമൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാണ് ആ കാര്യങ്ങളിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ജി അവൻ ആ ഒരു കൊട്ടാരത്തിലേക്ക് ചെന്നു എങ്കിൽ പോലും അത്ര മനസ്സുഖത്തിലൊന്നല്ല നിൽക്കുന്നത്. ഇവൾ പറയുന്നത് കേട്ട് ഇവന്റെ ലൈഫ് വരെ പണയം വെച്ചിട്ടാണല്ലോ ബോയുലാനെ കൊന്നവർക്ക് എതിരെ പ്രതികാരം ചെയ്യാൻ പോയത്. എന്നാൽ അത് ഇവനെ രക്ഷപ്പെടുത്തിയ വ്യക്തിയാണ് എന്ന് കരുതിയാണ്. പക്ഷെ അതേ വ്യക്തി തന്നെയാണല്ലോ ഇവനെ ഉപേക്ഷിച്ച് പോയതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്തേക്ക് വന്ന് നിനക്കറിയാലോ എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന്. പക്ഷെ നീ ഒരു കാര്യം കൂടെ അറിഞ്ഞോ, എനിക്ക് നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് എന്റെ പാസ്റ്റ് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ടാണല്ലോ ബോയുലാൻ ഇവനെ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഇവൻ അനുഭവിക്കുന്ന ആ ഒരു വേദന തന്നെ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാണ് എന്ന് പറയുമ്പോൾ ജി നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നേരത്തെ ആ ഒരു കുളം ഉണ്ടല്ലോ മാരേജ് സ്റ്റോൺ പതിപ്പിച്ചിരിക്കുന്ന സ്ഥലം, അവിടേക്ക് ജി ഇവളെ കൂട്ടിക്കൊണ്ടുവരാണ്. ഇവൻ മുന്നേ തന്നെ ഒരുപാട് സ്ട്രഗിൾ എടുത്താണല്ലോ അതിൽ ആ ഒരു പേര് പതിപ്പിച്ചിരുന്നത്. പക്ഷെ അതേ സംഭവം ജി ആയിട്ട് തന്നെ ഇപ്പോ ആ ഒരു സ്റ്റോണിൽ നിന്ന് മായ്ച്ചു കളയാണ്. സോ അവിടെയുള്ള ഡക്കിന് ഇവരെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് അത്രയും കഠിനമായിട്ടുള്ള വേദന കൈകാര്യം ചെയ്ത് പേര് പതിപ്പിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് മായ്ക്കാൻ തോന്നുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ജി ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഇവൻ അത് വേണോന്ന് വെച്ച് ചെയ്യുന്നതല്ല. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അവനത് ചെയ്യാണ്. അവന് ഇനി വരുന്ന ഭവിഷ്യത്തുകൾ ഇവളെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു പേര് അവിടെ നിന്ന് മായ്ച്ചു കളയുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഓൾറെഡി കണക്റ്റഡ് ആയിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ഇവരുടെ ഹൃദയബന്ധങ്ങൾ പൂർണ്ണമായും മുറിഞ്ഞു പോവുകയാണ്. എന്നിട്ട് ജി ഇവളോട് നിനക്കിപ്പോ എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം യോഗ വിട്ട് പൊക്കോ, ഒരിക്കലും എന്റെ മുന്നിൽ വരരുത്. എന്റെ കണ്ണിന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് പോയി സമാധാനത്തോടെ ജീവിക്കുക. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവളെ ഉപേക്ഷിച്ച് അവനവിടെ നിന്ന് പോവാണ്. ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹൃദയം പൊട്ടി കരയാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ജിയും മനസ്സുകൊണ്ടല്ല ഇവളെ ഉപേക്ഷിച്ച് പോകുന്നത്. സോ അവര് അവിടെ വെച്ച് പിരിയാണ്. അതിനുശേഷം ഇവൻ ബൂഷയുടെ അടുത്തേക്കാണ് തിരിച്ച് എത്തുന്നത് ഭയങ്കര അവശനായിട്ട്. കാരണം ഇവൻ ആ ഒരു സ്പിരിച്വൽ വെല്ല യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പവർ എടുത്തിട്ടാണല്ലോ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്റെ ഉള്ളില് പണ്ട് ഇത്രയും നാളും ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഹെവൻലി ഗ്രിഫിന്റെ വിഷം പൊട്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അത് പുറത്ത് വന്നിരിക്കുകയാണ്. സോ പെട്ടെന്ന് തന്നെ ബൂഷ് ഇവന് വേണ്ട ആത്മീയ പവറും കാര്യങ്ങളൊക്കെ നൽകുകയാണ്. ഇനിയും ഇവൻ പവറും കാര്യങ്ങളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റെ ഫുള്ള് വെയിനും നശിക്കും. ആ ഒരു ഇതളുകൾ കൊഴിഞ്ഞു പോകാനുള്ള സമയം പോലും കിട്ടില്ല. അതിനു മുന്നേ തന്നെ ഇവന്റെ മരണം സംഭവിക്കും. അത്രയും ഡേഞ്ചർ ആയിട്ടാണ് ഇവന്റെ കണ്ടീഷൻ ഉള്ളത്. പക്ഷെ ജി ആണെങ്കിൽ അപ്പൊ ബൂഷയോട് അന്ന് ആ ഒരു ചിത്രം നമ്മള് ബോയുലാന്റെ ചിത്രം നശിക്കപ്പെട്ടത് കണ്ടിരുന്നതാണല്ലോ. എന്നാൽ ആ ഒരു ചിത്രം നശിപ്പിക്കപ്പെട്ടിട്ട് ഉടനെ തന്നെ വീണ്ടും മറ്റൊരു ചിത്രം ആ ഒരു സ്ഥാനത്ത് തനിയെ തന്നെ രൂപപ്പെട്ടിരുന്നു. പക്ഷെ അതിലാണെങ്കിൽ ആ ഒരു സ്കൈ ആരെ കുറിച്ചുള്ള ചില വിവരങ്ങള് ഇവന് ബോയുലാൻ നൽകിയിട്ടുണ്ട്. ആ ഒരു കാര്യം തടയാനായിട്ട് ചിലപ്പോൾ ഇവന്റെ ജീവൻ പോലും അതുകൊണ്ട് തന്നെ നൽകേണ്ടി വരും. അതുമാത്രമല്ല ഇവൻ ആ ഒരു ഹെവൻലി ഗ്രിഫിന്റെ വേദന താങ്ങുന്നതും മരണവേദന അനുഭവിക്കുന്നതൊന്നും മിങ്ങി അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജി ഇപ്പോൾ ഇവളുമായിട്ടുള്ള ആ ഒരു മാരേജ് സ്റ്റോണിലെ ബന്ധം വേർപെടുത്തിയത്. ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ ആ ഒരു കാര്യങ്ങളോ ആ ഫോട്ടോയുടെ പിന്നിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ മിങ്ങി ഒരിക്കലും അറിയാൻ പാടില്ല എന്ന് ബൂഷിയുടെ അടുത്തുനിന്ന് ഇവൻ പ്രോമിസ് വാങ്ങാണ്. അവളെ ഇനി ഒരു പ്രശ്നങ്ങളിലേക്ക് വലിച്ചിടാതിരിക്കാൻ വേണ്ടി അവളുടെ ആ ഒരു സുരക്ഷയെ മാനിച്ചിട്ടൊക്കെയാണ് ഇവൻ ആ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. സോ ഇവനിപ്പോ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ബൂഷ് കരഞ്ഞുകൊണ്ട് അത് സമ്മതിക്കാണ്.
പറഞ്ഞിട്ടാണ്. അതിനുശേഷം ഇപ്പൊ മിങ്ങി ആണെങ്കിൽ ജിങ്സിംഗിലേക്ക് തിരിച്ച് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവളാണെങ്കിൽ ഭയങ്കര ശോകത്തിലാണ് ഉള്ളത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവര് മനസ്സിലാക്കുന്നുണ്ട്. ജിയുമായിട്ട് എന്താ സംഭവിച്ചതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ താൻജി പെട്ടെന്ന് ഇവളോട് വന്ന് ഇപ്പൊ ജിങ്സിംഗ് മുഴുവൻ ജി ആണെങ്കിൽ യോഗ ഓഡിയൻസിൽ പോയി ചേർന്ന കാര്യം അറിഞ്ഞിരിക്കുകയാണ്. സോ അതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെ ഇവളോട് വന്ന് ചോദിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇവളും ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ താൻജിയോടും എല്ലാവരോടും തുറന്നു പറയുന്നു. അതായത് ഇവളായിരുന്നു മുൻപ് മിങ്ഷിയാൻ ആയിരുന്നതെന്നും ഇവള് യോഗോ രാജകാരി ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇവളെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത്. ഇവളുടെ അമ്മ ബോയൂസാൻ ഷാങ്മൈ പർവ്വതത്തിലെ ബോ വംശത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതായത് ആ ഒരു നാട് ജിങ്സിംഗുമായിട്ട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവളെ യഥാർത്ഥത്തിൽ ജിങ്സിംഗുകാരിയാണ്. പക്ഷെ യഥാർത്ഥ മിങ്ഷിയാൻ ജീബോസായി ആയിരുന്നു എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും തന്നെ ഷോക്കാവാണ്. പക്ഷെ ഇപ്പോൾ ജി അവിടെ നിൽക്കുന്നതിന് കാരണം യോഗോന്റെയും ജിങ്സിംഗിന്റെയും ശക്തി ഒന്നിച്ച് ആ ഒരു സുഷോയി രാജ്യത്തെ നേരിടാൻ വേണ്ടിയിട്ടാണ്. അതായിരിക്കും ജിയുടെ പ്ലാൻ. വേറൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവരോട് പറയാണ്. സോ ഇവർക്കും ജിയെ പൂർണ്ണ വിശ്വാസമാണ്. അപ്പോൾ ഇവിടെ ജിയുടെ അച്ഛനാണെങ്കിൽ മകനോട് ഭയങ്കര സ്നേഹപ്രകടനം നടത്തുമ്പോൾ ജി ആണെങ്കിൽ ഇദ്ദേഹത്തിനോട് ഒരച്ഛൻ മകൻ ബന്ധം നടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഇയാളുടെ മുഖത്തേക്ക് തന്നെ പറയാണ്. കാരണം ഒരൊറ്റ കെനിയൻ ടൂർണമെന്റ് തോറ്റതിനാണല്ലോ മിങ്ങിയെ, അതായത് മിങ്ഷിയാനെ ഇവരെ ഉപേക്ഷിച്ചതും പുറത്താക്കിയതൊക്കെ. അതുകൊണ്ട് തന്നെ ഇവനെ അതിലും മോശമായിട്ട് പെരുമാറുന്ന കാര്യത്തിൽ തനിക്ക് ഒരു സംശയമില്ല എന്ന് ഇയാളുടെ മുഖത്തേക്ക് തന്നെ പറഞ്ഞിട്ട് ഇദ്ദേഹമായിട്ട് ഒരു ചർച്ചയ്ക്കാണ് എത്തിയത് എന്ന് പറയുന്നു. സോ ഇയാളും കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ജി, നിങ്ങൾക്ക് വേണ്ടത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മകനെയല്ല, യോഗോ നയിക്കാൻ കഴിയുന്ന ഒരു ശക്തനായിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹവും നീ എന്റെ ചോര തന്നെയാണ്, എങ്കിലും എന്നെ മനസ്സിലായല്ലോ. ശരിയാണ്, മിങ്ഷിയാൻ ആരാണ് എന്നല്ല എനിക്ക് പ്രധാനം, എനിക്ക് ആവശ്യം കിൻവിൻ ടൂർണമെന്റ് വിജയിക്കുന്ന ഒരു വ്യക്തിയാണ്, ജനങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ പറയാൻ വരുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ജിയും നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ശക്തനായിട്ടുള്ള വ്യക്തിയാവാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ 3 കണ്ടീഷൻ. ഇവിടുത്തെ എല്ലാ യോദ്ധാക്കളുടെയും പൂർണ്ണ നിയന്ത്രണം എനിക്ക് മാത്രമായിരിക്കും, അതായത് ഇവരുടെ നാട്ടിലെ യോദ്ധാക്കളുടെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവന്റെ അമ്മയായിട്ടുള്ള ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരെ കൊല്ലാൻ പാടില്ല. 3, ജിങ്സിംഗുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും നിർത്തണം എന്ന് പറയുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ മിങ്ങിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യങ്ങൾ പറയുന്നത് എന്ന്. ഇയാളും മിങ്ങിയെ അന്വേഷിക്കുന്നുണ്ട് അവളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. എന്നിരുന്നാൽ പോലും കിൻവിൻ ടൂർണമെന്റിൽ ഇവൻ വിജയിക്കും എന്ന വാക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതാണ് ഇയാൾക്ക് ഏറ്റവും വലിയ പ്രധാനം. സോ ഇവന്റെ ആവശ്യങ്ങൾ ആ ഒരു റീസൺ കൊണ്ട് അംഗീകരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പരസ്യ പ്രഖ്യാപനവും നടത്താണ്. ആ ഒരു മിങ്ഷൻ രാജ്യദ്രോഹ കുറ്റം ചെയ്തതുകൊണ്ട് തന്നെ അവന്റെ പദവികളെല്ലാം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല പുതിയ കിരീട അവകാശമായിട്ട് ജിയെ പ്രഖ്യാപിച്ചു എന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ അത് അവിടെയുള്ള ജനങ്ങൾക്കാണെങ്കിൽ ഉൾക്കൊള്ളാനേ ആകുന്നില്ല, ജിങ്സിംഗിലെയും യോഗയിലെയും. അതുകൊണ്ട് തന്നെ വലിയൊരു കലാപം തന്നെ ജിങ്സിംഗിൽ പൊട്ടിപ്പുറപ്പെടാണ്. ആളുകളെല്ലാം തന്നെ ഭയങ്കര രോക്ഷാകുലരായിരിക്കാണ്. കാരണം യോഗയില് അവരുടെ പ്രിൻസ് ആയിരിക്കുന്നത് അവരുടെ ശത്രുവാണല്ലോ. മാത്രമല്ല ജിങ്സിംഗില് ഇവരുടെ യോദ്ധാവായിരുന്ന വ്യക്തിയാണ് ശത്രു രാജ്യത്ത് പോയി പ്രിൻസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും താൻജോട് വന്ന് ഇവിടെയുള്ള അവന്റെ എല്ലാ സ്ഥാനമാനങ്ങളും എത്രയും പെട്ടെന്ന് എടുത്തു കളഞ്ഞേ പറ്റൂ, അവനെ എത്രയും പെട്ടെന്ന് കൊന്നു കളയണം എന്ന് ആവശ്യം ഉന്നയിക്കുകയാണ്. സോ ജനങ്ങളെ എങ്ങനെ പ്രഷർ ചെയ്യുമ്പോൾ ഇവൾക്കത് ചെയ്യാതിരുന്നാലോ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് താല്പര്യമില്ല എങ്കിൽ പോലും എല്ലാവരുടെയും ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ജിങ്സിംഗിലുള്ള ജിയുടെ, അതായത് ആ ഒരു അക്കാഡമിയിലുള്ള എല്ലാ രേഖകളിൽ നിന്നും ജിയുടെ പേര് നീക്കം ചെയ്യാണ്. ഒരു രാജ്യദ്രോഹിയായി മുദ്ര കുത്തിയിട്ട് ജിയുടെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം തന്നെ നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ഒട്ടിക്കാണ്. എന്നാൽ മിങ്ങിയാണെങ്കിൽ അതൊക്കെ കാണുന്ന സമയത്ത് എല്ലാ തെരുവിലും നടന്ന് ഓരോരുത്തരെ ഒട്ടിക്കുന്നതിന് അനുസരിച്ച് ഇവളാണെങ്കിൽ ജിയുടെ ആ ഒരു ഫോട്ടോസ് എല്ലാം തന്നെ കീറിക്കൊണ്ടേയിരിക്കുകയാണ്, അവനെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ജി ആണെങ്കിൽ മിങ്ങിയുടെ അവിടുത്തെ മുറിയിലേക്കാണ് വരുന്നത്. അതായത് ഇവിടുത്തെ നമ്മുടെ മിങ്ങിയുടെ മിങ്ഷിയാനായിട്ടുള്ള മുറി ഉണ്ടല്ലോ അങ്ങോട്ടേക്ക്. അവിടെ ഫുള്ള് അവളുടെ ഒരു ലോഗോ ആയിരുന്നല്ലോ, മിങ്ഷിയാൻ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭിത്തിയിലൊക്കെ പല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ജി അതൊക്കെ തന്നെ കാണാണ്. അവിടുത്തെ ഓരോ സ്ഥലം ഓരോ മുക്കും മൂലയും കാണുമ്പോഴും അവൾ എങ്ങനെയായിരിക്കും അവിടേക്ക് ഉണ്ടായിരുന്നത് എന്നിവന്റെ ഓർമ്മകളിലേക്ക് കടന്നുവരാണ്. ഇവൻ ശരിക്കും അവളെ നല്ലോണം തന്നെ മിസ് ചെയ്യുന്നുണ്ട്. അവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട്, നാട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ആയിട്ട് ബൂഷയെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. സോ ബൂഷയെ വന്ന് ഇവനോട് കാര്യങ്ങൾ അറിയിക്കാണ്. ജിങ്സിംഗില് ഇവന്റെ പദവികളും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിയ കാര്യം ഇവനെ അറിയിക്കുന്നു. എല്ലാവരും രാജ്യദ്രോഹിയായിട്ട് മുദ്രകുത്തി നാട് മൊത്തം ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവന് മനസ്സിലാവുന്നുണ്ട് താൻജയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ചെയ്തതാണ് എന്ന്. അവൾ എന്തായാലും ഇവന്റെ സൈഡിലാണ് എന്ന് ഇവനറിയാം. എന്നിട്ട് ബൂഷെ പക്ഷെ മിങ്ങി ആ ചിത്രങ്ങൾ മുഴുവൻ നാടുനീളെ നടന്ന കീറി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇവന് ഭയങ്കര വിഷമാവുകയാണ്. എന്നിട്ട് ബൂഷെ എന്റെ കണക്കൂട്ടലുകൾ ശരിയാണെങ്കിൽ ഉടനെ തന്നെ അവൾക്ക് 27 കൂട്ടിനായിട്ട് എത്തും, അത് അവൾക്ക് വലിയൊരു ആശ്വാസവും എന്ന് പറയുന്നു. സോ ഇവനാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ ഇവിടെ വലിയൊരു ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ച് ഇരിക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെ 27 ആ ഒരു മണി മുഴങ്ങാനായിട്ട് തുടങ്ങാണ്. കുറച്ച് സമയത്തിനുള്ള തന്നെ 27 പൂർവാധികം ശക്തിയോടുകൂടി ഇവന്റെ ഫുള്ള് ആത്മാവില് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് അവർ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു. 27 ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവൾക്ക് ഇവനെ കണ്ട് ഭയങ്കര സന്തോഷമാവാണ്. ഈ ഒരു ലൈഫിലെ ഇനി ചിലപ്പോൾ കണ്ടുമുട്ടില്ല എന്ന് വരെ ഇവർ വിചാരിച്ചിരുന്നതാണല്ലോ. സോ ഇവള് ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവനെ ചേർത്ത് പിടിച്ച് കരയാണ്. എന്നിട്ട് ഇവനെ ഒരുപാട് ഉണക്കമീനും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് എടുത്തു കൊടുക്കുന്നു. അപ്പോൾ ഇവന്റെ ആ ഒരു മണി ഇവളുടെ കയ്യിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇവൻ അറിയാം. ഇപ്പൊ സംഭവിച്ചതെല്ലാം തന്നെ ഇവള് നല്ലോണം തകർന്നിരിക്കുകയാണ് എന്ന് ഇവന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മിങ്ങിയാണെങ്കിൽ 27നോട് ജിബോസായി എന്തായാലും ജിങ്സിങ്ങിനെ വഞ്ചിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറയാണ്. അതിനുശേഷം ഇവളെ ഗ്രാനിയെ കാണാനായിട്ട് വരുമ്പോൾ ഇവരും ഭയങ്കര വിഷമത്തിലൊക്കെയാണ്. ജി ഇവരെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നാട് മുഴുവൻ ഇപ്പോൾ എല്ലാവരും അവനെ വെറുക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ.
സോ മിങ്ങി ആണെങ്കിൽ ഇവരെ ആശ്വസിപ്പിച്ച് താനിച്ച് അതൊക്കെ ചെയ്യുന്നത് രാജ്യത്തിന്റെ സ്ഥിരത ആദ്യം കണക്കിലെടുത്തിട്ടാണ്. ജി വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. ആ സുഷോയ് രാജാവിനെ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവന്ന് 6 ലോകങ്ങൾക്കും സമാധാനം കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജിക്ക് സപ്പോർട്ടായിട്ട് വൂഗി എന്നും എല്ലാവരുടെ കയ്യിൽ നിന്ന് സംരക്ഷിക്കും എന്ന് ഇവരും തീരുമാനിക്കുകയാണ്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഇവർക്ക് ഇവരുടെ സൈഡിൽ നിന്ന് ഒരു യോദ്ധാവിനെ ആണല്ലോ നഷ്ടമായിരിക്കുന്നത്. ഇപ്പൊ ഇവർ 3 പേര് മാത്രമാണ് ഉള്ളത്. എന്നാൽ 4 പേരാണ് മിനിമം ഒരു രാജ്യത്ത് നിന്ന് വേണ്ടത്. അതുമാത്രമല്ല ഇവർ 3 പേരും അത്ര പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളും അല്ല. സോ ഇനി ആര് തിരഞ്ഞെടുക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആൻജി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് മിങ്ങിയെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയാണ്. അവളും അതിനെ സമ്മതിച്ചു. പക്ഷെ ഒരു സ്ത്രീയെ യുദ്ധത്തിന് ഇറക്കുമ്പോൾ അതിന് പിന്തിരിപ്പിക്കാനായിട്ട് പല ആളുകളും ഉണ്ടായിരിക്കുമെന്ന് ഇവർക്ക് അറിയാം. സോ നമുക്കത് എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആവുകയാണ്. എല്ലാവരും വളരെ ഹാപ്പി ആവുന്നു. അതിനുശേഷം ഇവരെ ഒരുമിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാണ്. ഇവളാണെങ്കിൽ യോഗയിലുണ്ടായിരുന്നപ്പോൾ ഇത്രയും ഫ്രീഡോ കാര്യങ്ങളോ ഒന്നും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. സോ ഇവൾ ഇതുവരെ ഈ ഒരു നാട്ടുകാരി ആയിരുന്നില്ല എങ്കിൽ പോലും ഇത് ഇപ്പൊ ഇവളുടെ സ്വന്തം വീടാവാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അവര് വീണ്ടും ഹാപ്പി ആയതുകൊണ്ട് തന്നെ താൻജി വളരെ സന്തോഷത്തിലായതുകൊണ്ട് മെങ്ങും വളരെ സന്തോഷത്തിലാണ്. അതിനുശേഷം ഇപ്പൊ നമ്മൾ കാണുന്നത് ടൂർണമെന്റിന് മുന്നോടിയായിട്ട് എല്ലാ രാജ്യത്തിന്റെയും യോദ്ധാക്കളെ ടെസ്റ്റും സെലക്ടും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം നടക്കാണ്. പക്ഷെ അവിടെ ജെങ്സിങ്ങിനെ പ്രതിനിധീകരിച്ച് ഒരു ലേഡി ആണല്ലോ ഇപ്പൊ വരുന്നത്. ആ കൂട്ടത്തിൽ ഇവള് മാത്രമാണ് ഒരു പെണ്ണായിട്ടുള്ളത്. സോ മറ്റു രാജ്യക്കാർ അത് കാണുന്ന സമയത്ത് എല്ലാവരും പരിഹസിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും തന്നെ ഇത് മിങ്ഷിയാനാണ് എന്ന കാര്യമൊന്നും അറിയില്ല. അതുപോലെ തന്നെ ജിയും ഇപ്പോൾ യോഗുവിന്റെ പ്രതിനിധിയായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. നേരത്തെ ഇവര് എല്ലാം തന്നെ ഒരു ഗ്രൂപ്പ് ആയിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഓപ്പോസിറ്റ് നിന്നാണ് പ്രതികരിക്കാനായിട്ട് പോകുന്നത്. സോ അതിന്റേതായ രീതിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. പക്ഷെ ജിയും മിങ്ങിയും അവിടെ കാണുന്നുണ്ട്. എന്നാൽ അവർ സംസാരിക്കുന്ന ഒന്നുമില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ ഷിന്നാണെങ്കിലും മെങ്ങി അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുവാണ്. എന്നിട്ട് ഇവളെ മറ്റേ ആ ഒരു ബായുടെ സ്ഥലം ഉണ്ടല്ലോ, ഇവളെ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ഥലം, അതേ സ്ഥലത്തേക്കാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവളെ ആക്രമിക്കാൻ നോക്കുന്നു. പക്ഷെ ഇവളാണെങ്കിൽ അവനെ നല്ലത് കൊടുത്തിട്ട് നീ എന്നെ തട്ടിക്കൊണ്ടുവന്ന് എന്നെ കൊല്ലാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒരു ഹെയർ പിൻ എടുത്ത് കാണിക്കാണ്. അതായത് ഇവള് മുന്നേ തന്നെ സിധുവിന് ഒരു ഹെയർ പിൻ നൽകിയിരുന്നല്ലോ. നൽകിയതല്ല, അവൻ എടുത്തത് ആ ഒരു സാധനമാണ് ഇവന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത്. എന്നിട്ട് ഇവനോടെ പിടിച്ചു വെച്ചിരിക്കുന്ന സിധുവിനെയും കാണിക്കുകയാണ്. മാത്രമല്ല അവനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാനും തുടങ്ങുന്നു. ഇവൾ അത് കണ്ട് ഷോക്കാവുന്നു. സിധു ആണെങ്കിൽ ഇവളോട് അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് പറയുന്നു. പക്ഷെ ഷിന്നാണെങ്കിൽ ഇവളെ ഭീഷണിപ്പെടുത്തി നീ ഇനി ഒരടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവനെ ഇവിടെ വെച്ച് തീർക്കും. അതുകൊണ്ട് നിന്റെ ആയുധം താഴെ ഇടാനായിട്ട് പറയുമ്പോൾ സിധു ആണെങ്കിൽ ഇവളോട് താഴെ ഇടരുത്, അവൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ് പഴയ ആ ഒരു സിധുവായിട്ട് അഭിനയിക്കുകയാണ്, ഒരു നിഷ്കളങ്കനായിട്ട്. യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും തമ്മിലുള്ള കളിയാണ് ഇതൊക്കെ. പക്ഷെ ഇവൾക്കാണെങ്കിൽ ഇവനോട് നല്ലൊരു കടപ്പാടുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾ ആ ഒരു ആയുധം താഴെ ഇടുന്നു. ഇവള് കാരണം അവന് ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട്. അത് തന്നെയാണ് ഇവൻ ആഗ്രഹിച്ചതും. പക്ഷെ ഇവൻ വിചാരിക്കുന്നത് അവള് ഇവനോടുള്ള പ്രണയം കാരണം ഇട്ടതായിരിക്കും, അല്ലെങ്കിൽ അവളുടെ ഒരു ഫീലിങ്സ് ഇവന് അനുകൂലമായിട്ട് നോക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു രീതിയിലേക്കാണ് ഇവൻ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവളോട് നീ അപ്പോ എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലേ മിങ്ങി എന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ഷിന്നാണെങ്കിൽ ഇവളോട് മുട്ടുകുത്തി ഇവനോട് മാപ്പ് പറയാനായിട്ട് ആവശ്യപ്പെടാണ്. എന്നാൽ അതാണെങ്കിൽ ഇവരുടെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഒരു സംഭവമാണ്. ഈ ഷിന്നാണെങ്കിൽ അത് മനഃപൂർവ്വം തന്നെ ഇവളെ കൈ കിട്ടിയത് കൊണ്ട് ആ ഒരു ചാൻസ് യൂസ് ചെയ്യാണ്. അത് കണ്ട് ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. സോ ഇവൻ ബഹളം വെക്കാൻ തുടങ്ങുമ്പോൾ ഷിന്നാണെങ്കിൽ ഇവന്റെ വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ലോക്കാക്കുകയാണ്. ഇവനായിട്ട് തന്നെ അവൻ പണിയെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇവൾക്കെതിരെ ശക്തമായിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ കൊടുത്ത് വേദനിപ്പിച്ച് മുട്ടുകുത്താനായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷെ ഇവനോട് നീ എന്തുദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിന്നെ എന്റെ ഒരു സഹോദരനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. നീ ഒരു യോദ്ധാവാൻ തിരഞ്ഞെടുത്തപ്പോ ഞാൻ തന്നെയാണ് നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും തെളിച്ചു വന്നത്. എനിക്കറിയാവുന്നതെല്ലാം നിന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നീ അതെല്ലാം ഇപ്പൊ എനിക്ക് നേരെ തന്നെ തിരിച്ച് യൂസ് ചെയ്യാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്ന് ഇവൾക്കെതിരെ ശക്തമായിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാണ്. സിധുവിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഷിന്നാണെങ്കിൽ ഇന്ന് ഞാൻ നിന്റെ കാലില്ലാതാക്കും, പിന്നെ നീ എന്നും എന്റെ മുന്നിൽ മുട്ടുകുത്തിയെ നിൽക്കൂ എന്ന് പറഞ്ഞ് ഭയങ്കര പവറും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവളെ ആക്രമിക്കാനായിട്ട് വരുന്നു. പക്ഷെ ഇവളാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ആ ഒരു എംബോസ് എടുത്ത് പ്രയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് സിധുവിനെ പോയി മോചിപ്പിക്കാണ്. അപ്പോഴും ഇവനാണെങ്കിൽ വിടാതെ ഇവൾക്ക് നേരെ പവറും കാര്യങ്ങളും യൂസ് ചെയ്യാനായിട്ട് വരുമ്പോൾ കറക്റ്റ് ജി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് അവളെ രക്ഷപ്പെടുത്താണ്. ആ ഒരു കാര്യം സിധു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഇവളും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ ജി ആണെങ്കിൽ ഇവളോടാ നീ നിന്റെ ശത്രുരാജ്യത്ത് നിൽക്കുന്ന വ്യക്തിയാണോ രക്ഷപ്പെടുത്താനായിട്ട് ഇത്ര കഷ്ടപ്പെട്ടെത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കും അറിയാലോ ഇപ്പോ സിധുവിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇവനോട് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയത് എനിക്ക് നിന്നോടുള്ള കടപ്പാട് കൊണ്ട് മാത്രമാണ്, എനിക്ക് നീ മരിക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇവന്റെ ആ ഒരു ചായാൻ എന്ന പേര് വിളിക്കാണ്. ഇവൾ ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ഇവൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. സോ ഇവളോട് നീ അത് കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഷിന്നാണെങ്കിൽ വീണ്ടും മിങ്ങിയെ ആക്രമിക്കാനായിട്ട് വരികയാണ്. പക്ഷെ അവിടെ കിടന്ന ആ ഒരു ഹെയർ പിൻ എടുത്ത് സിധു ആണെങ്കിൽ അവന്റെ നെഞ്ചിലോട്ട് കുത്തി ഇറക്കാണ്. അത് കണ്ട് ഇവളൊന്ന് ഞെട്ടുന്നു. കാരണം ഇവനൊരു ആക്രമണ സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണല്ലോ. പക്ഷെ സിധു ആണെങ്കിൽ ഇവളോട് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇവളോട് പറയുമ്പോൾ ഇവള് നീ എന്നെ നിന്റെ ബ്ലഡ് കൊണ്ടാണ് രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് എനിക്ക് നിന്നോട് തീർച്ചയായും കടപ്പാടുണ്ട് എന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ ഇവനെ കുറിച്ചുള്ള ഒരു കാര്യം ആ ഒരു റെക്കോർഡ് മിറർ ഉണ്ടല്ലോ ഷിനിന്റെ അടുത്തുനിന്ന് എടുത്ത ആ ഒരു സംഭവം, അതിലാണെങ്കിൽ ഇവന്റെ ഒരു കാര്യം പതിഞ്ഞിട്ടുണ്ട്. അതായത് ഇവൻ വീണ്ടും ആ ഒരു ഷിനിന്റെ പവറും കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു, ഒരു പ്രത്യേക ഇലൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പവർ. എന്നാൽ ആ ഒരു ഇലൂഷൻ നിർമ്മിക്കണമെങ്കിൽ മിനിമം 10 പേരെങ്കിലും ബലി കൊടുക്കണം. അങ്ങനെയാണ് ഇവൻ കൂടുതൽ ഇപ്പോൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവനിപ്പോ അത്രയും ഒരു മോശപ്പെട്ട വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. സോ ജി ആണെങ്കിൽ ഇവനോട് ഷായാൻ ആവാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പഴയ സിധുവേ അല്ല,
അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മിങ്ങിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. കാരണം ഇവൻ ഇങ്ങനെ ഒരു വ്യക്തിയാകുമെന്ന് ഇവള് പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. പക്ഷെ ഇവൻ വീണ്ടും ഇവളോട് അതെല്ലാം ഇവൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവള് ഞാനിപ്പോ കാണുന്നത് എനിക്കറിയാവുന്ന സിധുനെ അല്ല. നീ എത്ര ദൂരം മുന്നോട്ട് പോയി എനിക്കറിയില്ല. പക്ഷെ നിനക്ക് ഇപ്പോഴും മാറാൻ സമയം വൈകിട്ടില്ല. നീ ഒരിക്കലും നിന്റെ അച്ഛനെ പോലെ ആവരുത്. നീ തിരിച്ചു വരണം എന്ന് പറയുമ്പോ സിധു സമയം ഒരുപാട് വൈകിപ്പോയി എന്ന് പറയാണ്. എന്നിട്ട് ഉടനെ തന്നെ ജിയെ ആക്രമിക്കാനായിട്ട് വരുന്നു. പക്ഷെ ആ ഒരു എംബേഴ്സ് ഇവളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവളാണെങ്കിൽ അവനെ രക്ഷപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് ഷിനിനെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ഇവരുടെ അടുത്തേക്കാണ് അവർ എത്തുന്നത്. പക്ഷെ അവിടെയുള്ള ആർക്കും തന്നെ ഇവരെവിടെയാണ് പോയത്, എന്താണ് സംഭവിച്ചത് ഒന്നും മനസ്സിലായിട്ടില്ല. മിങ്ങിയാണെങ്കിൽ പെട്ടെന്ന് ഷിനിന്റെ ശരീരത്തെ മുറിവും കാര്യങ്ങളൊക്കെ വായിക്കാനായിട്ട് ശ്രമിക്കുമ്പോ ഇവനാണെങ്കിൽ എനിക്ക് നിന്റെ ഒരു ഔദാര്യം വേണ്ട, നിനക്കിപ്പോ സന്തോഷമായില്ല, എന്തായാലും നിന്റെ കൈയുണ്ട് എനിക്ക് മരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിഷമം പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് തന്നെ ഇവളുടെ പൂച്ചയെ പുറത്തേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് എല്ലാവരോടും ഇതാണ് യഥാർത്ഥ മിങ്ഷിയാൻ, നിങ്ങൾ 6 ലോകത്തുള്ളവരെയും ഇത്രയും നാളും പരാജയത്തിലേക്ക് തള്ളിവിട്ട് വിജയിച്ചുകൊണ്ടിരുന്നത് ഇവളാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഷോക്കായി അന്തം വിട്ടു പോവാണ്. മറ്റു രാജ്യക്കാര് ആരും തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. എല്ലാവരുടെയും പ്രധാന ശത്രുവാണ് ഇവള്. സോ ഷിന്നും 21 വർഷമായിട്ട് ഇവള് വെയിൽ ഇലൂഷൻ ഉപയോഗിച്ച് ഒരാണായിട്ട് നമ്മളെ എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഇനിയും വിശ്വാസമായിട്ടില്ലെങ്കിൽ ഇവളുടെ കയ്യിലാണ് എംബോസ് ഉള്ളത്. അത് യൂസ് ചെയ്യാനും അത് പ്രൊട്ടക്ട് ചെയ്യുന്നതും ഇവളെ മാത്രമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇപ്പൊ തന്നെ പൂച്ചയുടെ ആത്മാവ് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം അത് വിശ്വാസമായിരുന്നില്ല എങ്കിൽ പോലും ഇവൻ പറയുന്നത് കേട്ട് വിശ്വാസമാവാൻ തുടങ്ങിയിരിക്കുകയാണ്. മെയിനായിട്ടും പൂച്ച ഇപ്പൊ എടുത്ത് കാണിച്ചല്ലോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവളോട് ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ, ഇനി നിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി ലോകം മുഴുവൻ അറിയും. 6 ലോകങ്ങളിലും ഇനി നിനക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല. യഥാർത്ഥ അവകാശം എനിക്ക് മാത്രമായിരുന്നു അവകാശപ്പെട്ടത്, ഞാനായിരുന്നു കിരീടാവകാശി ആവേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് അവൻ അപ്പോഴും ആ ഒരു വാശിപ്പുറത്ത് ഇവളെ തകർക്കുന്ന കാര്യങ്ങളും മാത്രം ചെയ്തിട്ട് അവിടെ മരിച്ചു വീഴാണ്. അവന്റെ ആ ഒരു ആത്മാവ് ലോകത്ത് നിന്ന് പോവാണ്. ആ സിധുവിന്റെ ആക്രമണത്തിൽ അവന്റെ ഹൃദയത്തിൽ നല്ല രീതിയിൽ പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് അവൻ മരണപ്പെട്ടത്. സോ ആ ഒരു കാര്യങ്ങൾ എല്ലാം തന്നെ ഇപ്പൊ ജിങ്സിംഗിൽ മൊത്തം അറിഞ്ഞിരിക്കുകയാണ്. ഇവളാണ് യഥാർത്ഥ മിങ്ഷിയാൻ എന്ന കാര്യം. അതാർക്കും അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അക്കാഡമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ജനങ്ങളെയൊക്കെ ശാന്തമാക്കാനായിട്ട് ഇവളെ മിങ്ഷിയാൻ ആയാലും മിങ്ങി ആയാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നമ്മൾ എല്ലാവരും എത്ര തവണയാണ് ഇവളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ടൂർണമെന്റിൽ പങ്കെടുക്കാനായിട്ട് പോലും എല്ലാ ആയുധങ്ങളും നിർമ്മിച്ചു വന്നത് ഇവളാണ്. ഇവൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് വാദിക്കുന്നുണ്ടെങ്കിലും ജനങ്ങള് ഇവൾ ഒരിക്കലും യോഗുവിന്റെ കിരീടാവകാശം ആയിരുന്നത് കൊണ്ട് തന്നെ ഇവൾ അവരോട് ചേർന്ന് വന്ന് തീർച്ചയായിട്ടും ഇനിയും ജിങ്സിങ്ങിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. അപ്പോ മിങ്ങി തന്നെ മുന്നോട്ട് വന്നിട്ട് എല്ലാവരോടും ഇവളായിട്ട് തന്നെ ആ ഒരു കാര്യം തുറന്നു പറയാണ്. അതെ, ഞാൻ തന്നെയാണ് മിങ്ഷിയാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നേരിട്ടാവാം എന്ന് പറയുമ്പോൾ ഇവളായിട്ട് അത് പറയുമ്പോൾ അത് കേട്ടതോടുകൂടി ഇവളെ പുറത്താക്കണം എന്ന വിളികള് ശക്തമാവുകയാണ്. അതുപോലെ തന്നെ താൻജിയോട് അവിടുത്തെ കൊട്ടാരത്തിലെ മറ്റു ഉദ്യോഗസ്ഥരും വന്ന് ഇവളെ സമ്മർദ്ദത്തിലാക്കുകയാണ്. മിങ്ഷിയാനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തേ പറ്റൂ. അവളെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല. അവളെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ യുദ്ധത്തിൽ പരാജയപ്പെടും. അതിൽ യാതൊരുവിധ സംശയം വേണ്ട. അവള് നമ്മുടെ ശത്രുവാണ് എന്ന് പറഞ്ഞ് ബഹളം വെക്കാണ്. ഇവൾക്ക് യാതൊരുവിധ സമാധാനം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ മിങ്ങിയും ജനങ്ങളോട് ഞാൻ തന്നെ ആയിരുന്നു മിങ്ഷിയാൻ. 7 വർഷവും ഞാൻ കാരണം തന്നെയാണ് നിങ്ങളുടെ നാട് പരാജയപ്പെട്ടത്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അന്ന് ഞാൻ യോഗുവിന് വേണ്ടിയിട്ടാണ് പോരാടിയത്. എന്നാൽ ഇവിടുത്തെ ദുരിതം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ജിങ്സിംഗിലെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തത്. ഇവിടേക്ക് ഞാനിപ്പോ അനുഗ്രഹീത മഴ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഇവളെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളും ഇവരോട് ബെറ്റുവെക്കാണ്. അതായത് ഇവളുണ്ടെങ്കിൽ ആ ഒരു അക്കാഡമി ഗ്രൂപ്പിൽ ഇവളുണ്ടെങ്കിൽ ആ ഒരു യുദ്ധത്തിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ എന്തായാലും നിങ്ങൾ വീണ്ടും പരാജയപ്പെടും. സോ ഇവളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിലാരെങ്കിലും ഇവളെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാനായിട്ട് തന്നെ ഈ അക്കാഡമിയിൽ ചേരണം എന്നുള്ള ആവശ്യം പിൻവലിക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും ഇവള് ചിലപ്പോൾ ആയുധങ്ങൾ ഇവർക്ക് നേരെ യൂസ് ചെയ്താലോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഇവള് ഞാൻ ഒരു ആയുധം യൂസ് ചെയ്യില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കടന്നു വരാം എന്ന് പറയുന്നുണ്ടെങ്കിലും പലരും നന്നായിട്ട് പേടിച്ച് മാറുന്നുണ്ട്. സോ ഇവള് ഞാൻ നിങ്ങളെ നേരിടാനായിട്ട് എന്റെ കൈകൾ പോലും യൂസ് ചെയ്യില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പലരും ഇവളുടെ അടുത്തേക്ക് ഒരു കൈ നോക്കാം എന്ന രീതിയിൽ എത്തുന്നു. പക്ഷെ ആർക്കും തന്നെ ഇവളുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും ഇവളെ അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല. അപ്പോഴേക്കും താൻജി തന്നെ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് എല്ലാവരോടും ഞാൻ എനിക്കുള്ളതെല്ലാം ഇവിടെ ബെറ്റുവെക്കാണ്. മിങ്ങി ജിങ്സിങ്ങിന് വേണ്ടി അനുഗ്രഹീത മഴ തിരിച്ചു കൊണ്ടുവരുന്ന ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. അഥവാ ഇവൾ അത് ചെയ്തില്ലെങ്കിൽ ജിങ്സിങ്ങിനെ വഞ്ചിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഇവളെ കൊല്ലും. ഞാനും ഈ രാജ്യം ഉപേക്ഷിക്കുന്നതായിരിക്കും. എന്റെ എല്ലാ അധികാരങ്ങളും ഉപേക്ഷിക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും ശാന്തവുമാണ്. രാജകുമാരിയാണല്ലോ ഇത്രയും കോൺഫിഡൻസിൽ ആ ഒരു കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ മിങ്ങിയും ഇവളുടെ ഐഡന്റിറ്റി ഇവരോട് തുറന്നു പറയാണ്. ഞാൻ വിശ്വസിച്ചിരുന്നത് ഞാൻ മിങ്ഷിയൻ ആണ് എന്നാണ്. പക്ഷെ അതായിരുന്നില്ല സത്യം. ഞാൻ ബോ വംശത്തിന്റെ പിൻഗാമിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള പൂർണ്ണ അവകാശം എനിക്കുണ്ട്. ഒരേ ഒരു അവസരം തന്നോടെ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ രാജകുമാരിയുടെ വാക്കുകളും ഇവളുടെ ഒരു പറച്ചിലും ഇവളുടെ ആ ഒരു വംശവും കൂടെയൊക്കെ എല്ലാം ആകുമ്പോൾ അവിടെയുള്ള ആളുകളെ ഇവളെ അംഗീകരിക്കുകയാണ്. ഇവൾക്ക് എതിരെ മുദ്രാവാക്യം വിളിച്ചവര് ഇവൾക്ക് അനുകൂലമായിട്ട് വിളിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. സോ അവിടെ ഒരു വലിയ കലാപം തന്നെയാണ് ഇല്ലാതായത്. അതിനുശേഷം ഫൂയി ആണെങ്കിൽ ഇവനോട് വന്ന് ഇനി ഔദ്യോഗികമായി ജിങ്സിംഗ് അക്കാഡമിയിൽ ചേർന്നു കഴിഞ്ഞു, ഇനിയും അവളെ ഓർത്തുകൊണ്ടിരിക്കരുത്, അവളെ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇവള് പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോഴും ഇവളാണെങ്കിൽ മാറിപ്പോകാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴും ഇവളാണെങ്കിൽ വിടാതെ ഇപ്പൊ അവൾക്ക് നിങ്ങളുടെ യഥാർത്ഥ രൂപം നന്നായിട്ട് അറിയാം. നിരപരാധികളായിട്ടുള്ള വ്യക്തികളെ കൊന്ന കാര്യം അറിയാം. അവള് നിങ്ങളെ ഒരിക്കലും സ്വീകരിക്കാൻ പോകുന്നില്ല.
അവളിപ്പോ നിങ്ങളുടെ ശത്രുവാണ്. അവളെ മറന്നു കഴിഞ്ഞാൽ സുഷോയി രാജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ അവളുടെ പിറകെ പോവുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ സ്വയം താഴാൻ പോകുന്നതേ ഉള്ളൂ. അവൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്? സ്വന്തം സഹോദരങ്ങളെ വരക്കുന്നു, ഇപ്പോൾ സ്വന്തം ശരീരം പോലും ബലിയെടുത്തോണ്ടിരിക്കുന്നു. ഈ കറകളൊക്കെ എത്ര കഴി കളഞ്ഞാലും മായാൻ പോകുന്നില്ല. നിങ്ങളെ ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ല, ഇനി അവളെ സ്വീകരിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവരാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തില് ഇവളുടെ കഴുത്തിന് ഒരു പിടിക്കാണ്. എങ്കിലും ഇവളെ നിർത്തുന്നില്ല. നിങ്ങളുടെ എല്ലാ ദുരിതത്തിലും ഞാൻ മാത്രമാണ് കൂടെ നിന്നിട്ടുള്ളത്. അതൊരു തവണയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആത്മീയ വേണ്ടിയില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ മാത്രമാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഒരിക്കൽ പോലും അവളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അവളെ മാത്രമേ ചൂസ് ചെയ്യുന്നത് എന്ന് ഭയങ്കര ഹാർഷായിട്ട് ചോദിക്കുമ്പോൾ ഇവനും ഭയങ്കര ദേഷ്യത്തില്, കാരണം നീ അവളല്ല എന്ന് പറയുമ്പോൾ ഇവൾക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ഫീലാവാണ്. ഇവന് വേണ്ടി ചെറിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവളെ ചെയ്തിട്ടുള്ളത്. പക്ഷെ സിദ്ധു ആണെങ്കിൽ ഇപ്പൊ ഇവളോട് ഇറങ്ങിപ്പോക്കോ, എത്രയും പെട്ടെന്ന് എനിക്ക് സ്പിരിച്വൽ വെയിൻ കിട്ടും, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് മുഖത്തടിച്ചു പറഞ്ഞിട്ട് അവൻ കയറി വാതിലടയ്ക്കാണ്. ഇവളും പിന്നെ അവന്റെ പിറകെ ചെല്ലാനായിട്ട് പോകുന്നില്ല. എങ്കിലും അവനോടൊപ്പമുള്ള ആ ഒരു പഴയ കാര്യങ്ങൾ തന്നെയാണ് ഇവളെ ഓർക്കുന്നത്. ഇവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ. സോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇവള് ഭയങ്കര വിഷമത്തിൽ പുറത്തുനിന്ന് കരയാണ്. അതെല്ലാം തന്നെ പുറകിൽ നിന്ന് ഇവൻ കേൾക്കുന്നുണ്ട്. പക്ഷെ അവൾ അവിടെ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയിട്ട് ഇവനും ഭയങ്കര ഫീൽ ആയിട്ട് തന്നെ, ഇവന് ശരിക്കും അങ്ങനെ ഒരു ഫീലിംഗ്സ് അവളോട് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അവൾക്ക് ഇവനോടുള്ള ഫീലിംഗ്സ് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ, ഫൂയ, എനിക്കറിയാം നിന്റെ വിലപ്പെട്ട ഓർമ്മ ഞാൻ നിന്നെ യുവിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമായിരിക്കുമെന്ന്. പക്ഷേ എനിക്ക് എന്റെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മ മിങ്ങി എന്നെ രക്ഷപ്പെടുത്തിയ ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തായാലും മിങ്ങിയെ മറക്കാൻ പറ്റില്ല. പക്ഷെ ഫൂയെ ഇവനെ അങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരുന്നാല് ഒരു വലിയ മൃഗം ഇവന്റെ ഉള്ളിൽ കിടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരൊറ്റ നിമിഷത്തെ ഇവന്റെ ചിന്ത മാറിയാൽ മതി, അവളെ തന്നെ ഇവൻ തീർക്കും. സോ അവളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ് ഇവൻ അവളെ മാറ്റി നിർത്തുന്നത്. സോ ഇവളും അവൻ ഇനി എന്തായാലും മാറാൻ പോകുന്നില്ല, ഇവളെ കൊണ്ട് ഇനി അവന് ഒരു ഉപയോഗമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം ഇവിടുത്തെ യോദ്ധാക്കളുടെ പൂർണ്ണ അധികാരം ഇപ്പോൾ ജിക്കാണല്ലോ. പക്ഷെ ഇവരാണെങ്കിൽ ജി പറയുന്നതിനോട് ഒന്നും തന്നെ സഹകരിക്കുന്നില്ല. കാരണം ഇവനെ ഇപ്പോഴും ഇവര് ഒരു ഔട്ട്സൈഡർ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ പറയുന്നത് ഒന്നും വിലക്കാവില്ല, ഞങ്ങൾ അല്ലാണ്ട് തന്നെ വിജയിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ഭയങ്കര ഹുങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിലും, വലിയ വീരവാദം ഒഴുക്കി നിൽക്കുന്നുണ്ടെങ്കിലും ജിയുടെ പവറിന് മുന്നിൽ ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ജിയും ഇവരോട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും തന്നെ ടൂർണമെന്റിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അപമാനിക്കുമ്പോൾ അവർക്ക് ഇവനോട് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിലും നീ ഞങ്ങൾ തന്നെ കുറ്റക്കാരനാക്കും, നമ്മളെ സ്വന്തം ഗ്രൂപ്പിലുള്ളവരെ തന്നെ അപമാനിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് പറയുമ്പോൾ ജി അതൊക്കെ എന്നോട് പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നില്ലേ മിങ്ഷിയാൻ, ഒരിക്കലും നിങ്ങൾ അവളെ ദൈവത്തെ പോലെ കണ്ടിരുന്നവര് ഒരേ ഒരു തോൽവിക്ക് ശേഷം മാത്രമല്ലേ അവളെ വെറുത്തത്, അവളെ പുറത്താക്കിയത് എന്ന് പറഞ്ഞ് അവർക്ക് നല്ലത് കൊടുത്തിട്ട് എനിക്കിപ്പോ ടൂർണമെന്റ് വിജയിപ്പിക്കണം, അത് മാത്രമാണ് ലക്ഷ്യം, വിജയം മാത്രമാണ് ലക്ഷ്യം എന്നിവരോട് ഉറപ്പിച്ച് പറയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ സാങ്ങിന്റെയും ഷെങ്ങിന്റെയും വിവാഹ ദിവസമാണ്. എല്ലാവരും അവരുടെ ആ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു വ്യക്തിയായിട്ട് അവളുടെ ആ ഒരു വിവാഹം നടക്കാണ്. എന്നാൽ മിങ്ങിക്ക് വേണ്ടിയിട്ട് സാങ് ജിയെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. എന്നാൽ ജി അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല, പകരം ബൂഷിയാണ് എത്തുന്നത്, ഇവർക്കുള്ള സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകുന്നതും. സോ ജി വരാത്തതിന് റീസൺ ആയിട്ട് പറയുന്നത് മാസ്റ്റർ അദ്ദേഹത്തിന്റെ പാസ്റ്റ് എല്ലാം മുറിച്ചു കളഞ്ഞു എന്നാണ്. അത് കേട്ട് ഇവൾക്ക് ഭയങ്കര നിരാശാവാണ്. അപ്പോൾ ഇവിടെ സിധുവിനാണെങ്കിൽ ഇവന്റെ അച്ഛൻ തടവിലാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇവനാണെങ്കിൽ ഇവന്റെ പവർ യൂസ് ചെയ്ത് കാവൽക്കാരെ എല്ലാം കൊന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അച്ഛൻ തന്നെ ഇവന്റെ അടുത്തേക്ക് വരുന്നു. നീ എന്നെ വളരെയധികം നിരാശപ്പെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവൻ മിങ്ഷിയാനുമായിട്ട്, അതായത് മിങ്ങിയുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചു എന്ന് പറഞ്ഞ് ഇവനെ കുറ്റപ്പെടുത്താണ്. ഞാനത് അറിയാതെ പോയി എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ സിധു ആണെങ്കിൽ ഭയങ്കര ധിക്കാരത്തില് നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ ഇയാളാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തില് ഇവനെതിരെ പവർ യൂസ് ചെയ്യുമ്പോൾ ഇവനും തെറിച്ചു പോവാണ്. മാത്രമല്ല ഇവനെ ലോക്കാക്കിയിട്ട് കൊല്ലാനാണ് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇവനും, നിങ്ങൾ എന്നെ കൊല്ലാനാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പലതുമാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ദീപവൃക്ഷം ഇപ്പൊ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇവനാണല്ലോ. സോ ഇവനെ കൊന്നു കഴിഞ്ഞാൽ ഇയാൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇയാളും ഇവന്റെ അവരെ കെട്ട അഴിക്കാണ്. പക്ഷെ അപ്പോഴും ഇവൻ ധിക്കാരത്തിൽ വീണ്ടും സംസാരിക്കുമ്പോൾ ഇയാളാണെങ്കിൽ എന്തോ ഒരു സംഭവം ഇവന്റെ നെറ്റിയിലേക്ക് കടത്തിവിടാണ്, ഒരു മന്ത്രമാണ്. അത് ലംഘിച്ച് ഇവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഇവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഉറുമ്പുകൾ ഇവനെ കടിക്കുന്ന വേദന ഇവൻ അനുഭവിക്കേണ്ടി വരും. പക്ഷെ മരിക്കില്ല, ആ ഒരു വേദന ഇവനെ സഹിക്കാനാവുന്നതിൽ അപ്പുറമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ നീ തന്നെ തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോവാണ്. പക്ഷെ ഇവന്റെ ഉള്ളിൽ പല ശക്തികളും ഉള്ള കാര്യം ഇയാൾക്ക് അറിയില്ലല്ലോ. അതിനുശേഷം ജി ആണെങ്കിൽ ആ ഒരു ടൂർണമെന്റ് നടക്കുമല്ലോ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയാണ് ആ ഒരു സ്കൈ ആരെ എന്നിട്ട് ബോയ്ലാൻഡ് ആ ഒരു ചിത്രത്തിലുള്ള കാര്യങ്ങളാണ് ഇവൻ ഓർക്കുന്നത്. ആ ഒരു ആരെ കുറിച്ചുള്ള സംഭവമാണ് രണ്ടാമത് വന്നിട്ടുള്ള ചിത്രത്തിൽ അവരുടെ ഓർമ്മയായിട്ട് ഇവന് നൽകിയിരിക്കുന്നത്. ആ ഒരു ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് 6 ലോകങ്ങളിലുള്ളവരും അവിടെ ഉണ്ടായിരിക്കുമല്ലോ. സോ 6 ലോകങ്ങളുടെയും ആത്മീയ ശക്തി വലിച്ചെടുത്ത് ആ ഒരു സുഷോയി രാജാവ് പവർഫുൾ ആവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു സ്കൈ ആരെ യൂസ് ചെയ്ത് അത് ആക്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഹെവൻലി ഗ്രീഫും ഗോൾഡൻ മില്ലറ്റിന്റെ ഒക്കെ പവർ ഉണ്ടായിരിക്കണം. സോ അതുകൊണ്ടൊക്കെയാണ് ഇവരുടെ ആ ഒരു വംശജര് ആ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത് സ്റ്റോപ്പ് ചെയ്തത്. എന്നാൽ ജിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവർ ആ ഒരു കാര്യങ്ങളൊക്കെ വീണ്ടും തുടങ്ങിയത്. എന്നാൽ ജിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവരെ വീണ്ടും ആ ഒരു മരുന്നും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ആക്കിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ സുഷോയി രാജ്യക്കാരെ വെറുതെ ഇരിക്കില്ല. ആ ഒരു മരുന്നും കാര്യങ്ങളൊക്കെ റെസിപ്പി കണ്ടെത്താനായിട്ട് ശ്രമിക്കുമെന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. സോ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ ആ ഒരു സംഭവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു ആരയെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനൊരാൾ തയ്യാറായി കഴിഞ്ഞാൽ അയാൾ സ്വന്തം ജീവൻ പോലും ബലി കൊടുക്കാൻ തയ്യാറായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് സാധിക്കും. സോ ജി ആണെങ്കിൽ അത് താൻ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോ. കാരണം ഇവന് ഓൾറെഡി തന്നെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ആ ഒരു ഹെവൻലി ഗ്രിഫ് കാരണം. അതുകൊണ്ട് തന്നെ ഇവന്റെ ജീവൻ കാരണം അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് ഇവൻ ഉറപ്പിക്കുകയാണ്. പക്ഷെ മിങ്ങിക്ക് കൊടുത്ത ആ ഒരു വാക്ക് ഇവന് പാലിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. അതായത്
അവളുടെ കൂടെ എന്നും നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന ഒരു കാര്യം. പക്ഷെ ഇവൻ ആ ഒരു കാര്യം തീരുമാനിച്ചത് ബൂഷയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ബൂഷയ്ക്ക് അതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ജി ആണെങ്കിൽ അത് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ ഇപ്പോൾ ഇവന്റെ ആ ഒരു ആത്മീയ പവറും കാര്യങ്ങളൊക്കെ അതിലേക്ക് കടത്തിവിടാണ്. പക്ഷെ ഇവന്റെ ശരീരത്തിന് ഇപ്പോൾ വലിയ പവറും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവന്റെ ആ ഒരു ആത്മീയ ശക്തി കടത്തിവിടുന്നത് കൊണ്ട് തന്നെ ഇവന്റെ ശരീരം വീണ്ടും വീക്ക് ആവുകയാണ്. അതിനുശേഷം ആ ഒരു വിവാഹം കഴിഞ്ഞ് അവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ പോയിട്ടുണ്ട്. എന്നാൽ ആ ഒരു വിവാഹ പന്തലും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് മിങ്ങിക്കാണെങ്കിൽ ഇവരുടെ ആ ഒരു വിവാഹ ദിവസമാണ് ഓർമ്മ വരുന്നത്. പക്ഷെ അവൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ കറക്റ്റ് ജി ആണെങ്കിൽ ഇവളെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഇവളും പെട്ടെന്ന് ഇവനെ കണ്ട് ഇവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഇവനോട് നിങ്ങൾ മുന്നേ വന്നതായിരുന്നെങ്കിൽ എന്തുകൊണ്ട് സാങ്ങിനെ കാണാൻ വന്നില്ല, ഒരു കൺഗ്രാറ്റ്സ് പോലും പറഞ്ഞില്ല, ഞാൻ ഇവിടെ കാണുമെന്ന് വിളിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും ചിലപ്പോ അതായിരിക്കും എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ നിങ്ങൾ എന്നെ അത്രയും വെറുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും അങ്ങ് മായിച്ചളഞ്ഞേക്ക്, പിന്നെ ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അകത്തവരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവന് കുറെ കാര്യങ്ങളൊക്കെ കൊടുത്ത് തിരിഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്ന് ജി ആണെങ്കിൽ ഇവളെ ഓടിപ്പോയി ഹഗ് ചെയ്യാണ്. എന്നിട്ട് ഈ മഴ ഇതുവരെ തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവളും ഭയങ്കര വിഷമത്തിലേക്ക് അറിയാണ്. സോ ഇവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഈ മഴ എപ്പോ തീരണമെന്ന് വിചാരിക്കുന്നോ അതുവരെ നമുക്ക് ഒരു പദവികളും വേണ്ട, ഒരു ലോകവും വേണ്ട, ഒരു യുദ്ധവും വേണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം. മഴ തീർന്നു കഴിഞ്ഞാല് നമുക്ക് എല്ലാം അവസാനിപ്പിച്ചേക്കാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജീവ ഇവളെ കിസ് ചെയ്യാണ്. അത് കുറേ നേരം നീണ്ടുപോകുന്നു. പക്ഷെ അതെല്ലാം തന്നെ പുറത്തു നിന്ന് സിദ്ധു ആണെങ്കിൽ ഭയങ്കര ഹൃദയ വേദനയോട് കണ്ടുകൊണ്ട് നിൽക്കാണ്. ഇവനാണെങ്കിൽ അത് താങ്ങാനേ വരുന്നുണ്ടായിരുന്നില്ല. സോ ഇവന് ഭയങ്കര ദേഷ്യവരാണ്. അതിനുശേഷം ആ ഒരു മഴയും കാര്യങ്ങളൊക്കെ എപ്പോ സ്റ്റോപ്പ് ആയിരിക്കാണ്. ഇവർക്ക് പിരിയേണ്ട സമയവും വന്നെത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും പിരിയാൻ ഒരു താല്പര്യമില്ല. ജീക്കാണെങ്കിൽ ഇവന്റെ മുന്നിൽ ഇനി ഒരുപാട് സമയങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവളെ ലാസ്റ്റ് കാണാനായിട്ടാണ് ഇവൻ എത്തിയിരിക്കുന്നത്. പക്ഷെ ഇവളാണെങ്കിൽ അത് അറിയാതെ തന്നെ ഇവനോട് ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് വീണ്ടും പിരിയാണ്. ജീക്കാണെങ്കിൽ ഇവന് ഒരുപാട് സമയമൊന്നും മുന്നിലില്ല എന്ന കാര്യങ്ങളൊന്നും അവളെ അറിയിക്കുന്നില്ല. പക്ഷെ അവളെ വിട്ടു പിരിയുന്നതിൽ ഇവന് ഭയങ്കര വിഷമമുണ്ട്. അതിനുശേഷം ജി ആണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു ഫെയറി ആണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് വന്ന് ജിബോസായി മിങ്ങി നിങ്ങൾക്ക് ഇത് തരാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പൗച്ച് കാണിക്കുമ്പോൾ അത് മുന്നേ തന്നെ ഇവര് പർച്ചേസ് ചെയ്ത ഒരു സാധനമാണല്ലോ. ഒരുപാട് സാധനങ്ങളൊക്കെ ഇവൻ അതിനകത്ത് ആക്കി കൊടുത്തിരുന്നല്ലോ. ആ ഒരു പൗച്ചാണ് എന്ന് മനസ്സിലാക്കി ഇവനും അത് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഇവനും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അത് ഓപ്പൺ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഇവന്റെ കയ്യിലേക്ക് പെട്ടെന്നൊരു വിഷം ബാധിക്കാണ്. ഇവനെ കൊല്ലാൻ ശേഷിയുള്ള ഒരു വിഷം. അത് ശരിക്കും നൽകിയത് മറ്റാരുമല്ല, ഈ സിധു തന്നെയാണ്. ആ ഒരു ഫെയറിയുടെ ഓർമ്മയിലേക്ക് ഇവന് ഒരു ബട്ടർഫ്ലൈ ഉണ്ടല്ലോ അതിനെ പറഞ്ഞയച്ച് മൈൻഡ് കൺട്രോൾ ചെയ്തിട്ടാണ് ആ ഒരു കാര്യം ചെയ്യിപ്പിച്ചത്. സോ ജിയുടെ ദേഹത്ത് ആ ഒരു വിഷം കൂടെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇവന്റെ ഉള്ളിൽ ആ ഒരു ഹെവൻലി ഗ്രഫ് വീണ്ടും അതിശക്തമായിരിക്കുകയാണ്. ഇവൻ എങ്ങനെയാണ് തിരിച്ച് ആ ഒരു കൊട്ടാരത്തിലേക്ക് യോഗയിലേക്ക് എത്തുന്നത്. ഇവൻ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ബൂഷി ആണെങ്കിൽ പെട്ടെന്ന് ഇവന്റെ ശരീരത്തിന്റെ പവറും കാര്യങ്ങളൊക്കെ നൽകാൻ തുടങ്ങുമ്പോൾ ജി ആണെങ്കിൽ കുറച്ച് ഓക്കെ ആയിട്ട് ഇവനോട് ഒരു കാര്യം പറയാണ്. അതായത് ഇവന്റെ സ്പിരിച്വൽ പവർ ആ ഒരു ആരയായിട്ട് കണക്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവന്റെ ആത്മാവ് ഇപ്പോൾ എടുത്തിട്ട് ആ ഒരു ആരയിൽ കൊണ്ട് നിക്ഷേപിക്കാൻ, അത് നശിപ്പിക്കാനായിട്ട് പറയുമ്പോൾ ബൂഷ് ആണെങ്കിൽ അതിനെ സമ്മതിക്കുന്നില്ല. പക്ഷെ ജി ആണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, നീ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ഇവൻ അതിന് നിങ്ങൾ മരിച്ചില്ലല്ലോ, ഇപ്പൊ തന്നെ അതെന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജി അവസാനം വരെ നീ കാത്തു നിൽക്കരുത്, എപ്പോ വേണമെങ്കിലും എന്തും പ്രതീക്ഷിക്കാം, പക്ഷെ നീ ഇത് മിങ്ങി അറിയിക്കരുത് എന്ന് പറയുമ്പോൾ ബൂഷ് പെട്ടെന്ന് ഇവന്റെ പവർ കൊണ്ട് ജിയെ ഫ്രീസ് ആക്കിയിട്ട് മാസ്റ്റർ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളെ ഒരു മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഇതാദ്യമായിട്ടാണ് ഞാൻ നിങ്ങളെ അനുസരിക്കാതിരിക്കുന്നത്. പക്ഷെ എന്റെ മുന്നിൽ വരെ വഴിയില്ല. നിങ്ങൾ മരിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ആത്മാവ് എടുക്കാൻ പറയുന്നത് ഞാൻ എന്റെ കൈ കൊണ്ട് നിങ്ങളെ കൊല്ലുന്നതിന് തുല്യമാണ്. എനിക്കത് ചെയ്യാൻ കഴിയില്ല. എന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞാൻ ഇത് ചെയ്യില്ല. ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് എന്തായാലും ഒരു വഴി കണ്ടെത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവനവിടെ പിടിച്ചു കിടത്തിയിട്ട് ബൂഷ് ആണെങ്കിൽ നേരെ മിങ്ങിയുടെ അടുത്തേക്കാണ് വരുന്നത്. എന്നിട്ട് ഇവളോട് മുട്ടുകുത്ത് കേൾ അപേക്ഷിക്കാണ്. എങ്ങനെയെങ്കിലും എന്റെ മാസ്റ്ററിനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കാല് പിടിക്കുന്നു. അപ്പൊ ഇവളാണെങ്കിൽ ഒന്നും അറിയാതെ ജിബോസായിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിനക്ക് മാത്രമേ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവളും പെട്ടെന്ന് യോഗയിലേക്ക് ഇവരെ എത്തുകയാണ്. എന്നാൽ അവിടെയുള്ള രാജാവാണെങ്കിൽ ഉടനെ തന്നെ ഇവരെ വന്ന് തടയാണ്. എന്നിട്ട് ഇവളോട് എത്ര ധൈര്യം ഉണ്ടെങ്കിലും നീ വീണ്ടും ഇങ്ങോട്ടേക്ക് വരും എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ ഇങ്ങോട്ട് വന്നത് ജിബോസായി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഇയാൾ എന്റെ മകന് ഒരു പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ തന്നെ നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ അകത്തോട്ട് കയറ്റി വിടുന്നില്ല. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കാണ്. അടുത്ത വീഡിയോയിൽ കാണാം.